ഇപ്പോ 5 ലക്ഷത്തിന്റെ 50 ID 10,000ന്റെ 50 ID നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചു. 10,000ന്റെ 50 ID ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 50 ID പർച്ചേസ് ചെയ്യുന്നവർക്ക് കമ്പനി 100 ക്ലബിൽ കയറ്റും. അതും 25-ാം തീയതിക്ക് മുമ്പാണ്. 25-ാം തീയതിക്ക് മുമ്പ് നമ്മൾ 50 ID ഡയറക്റ്റ് റെഫറൽ ചെയ്യുകയോ അല്ലെങ്കിൽ 50 ID ഡയറക്റ്റ് റെഫറൽ ചെയ്യുകയോ 5 ലക്ഷത്തിന് നമ്മൾ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായി 100 ക്ലബിന്റെ ഡബിൾ റോയാലിറ്റി ക്ലബിൽ എന്തായി അംഗമാവും. അങ്ങനെ ഡബിൾ റോയാലിറ്റി ക്ലബിൽ അംഗമാവുന്നവർക്ക് കമ്പനി 10 വർഷത്തേക്ക് റോയാലിറ്റി മന്ത്ലി ബേസിസ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഈ റോയാലിറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 100 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബിസിനസ് ഈ റോയാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഇട്ടിട്ട് തന്നെ നാളെ റോയാലിറ്റി കിട്ടും എന്നുള്ളതല്ല, 100-ാം ദിവസം മുതലാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്ട് കമ്പനി എന്തിനാണ്, പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, കമ്പനി എന്തിനാ ഈ പ്രൊജക്ട് കൊണ്ടുവരുന്നത്, എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കമ്പനിയിൽ പല ആൾക്കാരും പുറമേ നിന്നുള്ള പല ആൾക്കാരും ഇപ്പൊ OTT ഇട്ട ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ഡിജിറ്റൽ ഇട്ട ആൾക്കാരുണ്ട്, പല ബിസിനസ്സിൽ ഇട്ട ആൾക്കാരുണ്ട്. അപ്പോ അതില് പ്രശ്നക്കാരായിട്ട് പ്രശ്നം ആരാണോ ചെയ്യുന്നുള്ളത് ഇപ്പോ ആ ഒരു സമയത്ത് പതിയെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റും കൂടി കമ്പനി ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഇപ്പൊ നിങ്ങൾ എല്ലാവരും ലീഡേഴ്സ് ആണ്. നമ്മുടെ താഴെയുള്ള പല ആളുകൾ എന്തെങ്കിലും പ്രശ്നം ചെയ്യുന്നുണ്ടാവും, അവർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് കമ്പനി സ്വരൂപിച്ചിട്ടുള്ളത്. ആ ഒരു റിസീവർ എന്നുള്ള രീതി, കമ്പനി റിസീവർ വെച്ചെന്ന് വെച്ചാൽ കമ്പനിൻ്റെതായ തന്നെ റിസീവർ. അപ്പൊ ഇവിടെ എന്തില്ല, പ്രശ്നമില്ല. അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് എന്റെ കയ്യിലോട്ട് വന്നു, ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത്, ഞാനായിക്കോട്ടെ, MD ആയിക്കോട്ടെ, അതേപോലെ തന്നെ ബാക്കിയുള്ള ഇവിടെയുള്ള ലീഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രൊജക്ട് മറ്റുള്ള ഇന്നലെ ഏകദേശം 80-ലധികം മെയിൻ ലീഡേഴ്സിനെ വിളിച്ച് മീറ്റിംഗ് നടത്തിയായിരുന്നു. കൊച്ചിയിൽ പ്രതാപൻ സാർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ലീഡേഴ്സും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തും എല്ലാ ആൾക്കാരോടും പറഞ്ഞു സോൾവ് ചെയ്യാനും, നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സിറ്റുവേഷൻ സോൾവ് ചെയ്യാനും, അതേപോലെ തന്നെ മുമ്പോട്ട് എല്ലാവർക്കും നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റിനെ കൊണ്ടുവന്നിട്ടുള്ളത്. യൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് യൂസ് ചെയ്യാം, ഇല്ലാത്ത ആൾക്കാർ വിട്ടുകളയേണ്ട ആൾക്കാർക്ക് ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ വിട്ടുകളയാണെങ്കിൽ ഓക്കെ, ഈ ചെവി കൂടെ കേട്ടിട്ട് ഇതിന്റെ സ്റ്റോറി ആണെങ്കിൽ ഓക്കെ, എന്താണെങ്കിലും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി, അത് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ്. നമ്മള് പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. പക്ഷെ ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിന്ത പ്രതാപൻ സാർ എന്തുകൊണ്ട് 3 മാസം ചിന്തിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഈ 3 മാസം നമ്മൾ വെറുതെ പോയി. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ 3 മാസം കഴിഞ്ഞ് ഇപ്പൊ 4 മാസമായി, 5-ാമത്തെ മാസമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇവിടുന്ന് അനുകൂലമായിട്ടുള്ള വിധി കിട്ടി, അവിടുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇതാക്കാണ്. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളോട് പലതവണയായിട്ട് ഒരു ഡേറ്റ് പറഞ്ഞ ആ ഡേറ്റ് പറഞ്ഞിട്ട് ഇതായില്ലെങ്കിൽ പല ആൾക്കാരോടും എന്നെ വിളിച്ച് മനോഹർ സാറ് പറഞ്ഞ ഡേറ്റ് ആയില്ലല്ലോ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ പുറകിൽ, ഈ ലീഗൽ ഡിപ്പാർട്ട്മെന്റിന്റെ പുറകിൽ നടക്കുന്നതുകൊണ്ട് എന്നെ വന്ന് കണ്ട ആൾക്കാർക്കും അതേപോലെ തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയുന്ന ആൾക്കാർക്കും ഇതിന്റെ കാര്യം മനസ്സിലാവും. തീർച്ചയായിട്ടും ചെയ്തിട്ട് അതില് രണ്ടും കൂടി മെർജ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ചൂസ് ചെയ്യേണ്ടവർക്ക് ചൂസ് ചെയ്യാം. പഴയ ട്രീയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വരാ, അല്ലാതെ വേറെ അവിടെ എവിടെയോ ഒന്നുമല്ല. പഴയ നമ്മൾ എവിടെയാണോ മുമ്പ് ചെയ്തിരുന്ന ബിസിനസ് അതിൽ തന്നെ. ഇതിലെന്തെങ്കിലും മാറ്റമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. ഇതില് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞില്ലേ, എന്തോന്നാണ് പ്രോഡക്റ്റ് സാറേ? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റ് ആയിരിക്കും. ഇപ്പോ നമ്മുടെ പഴയതുപോലെ തന്നെയാണ്. പൂളിംഗ് ഉണ്ടോ? പൂളിംഗ് ഇല്ല, അതിൽ പൂളിംഗ് ഇല്ല. പൂളിംഗ് ഉള്ള പ്രോജക്റ്റ് ഓൾറെഡി ഉണ്ടല്ലോ നമ്മളത്.
ഡിജിറ്റൽ ബിസിനസ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് പ്രോഡക്റ്റ് വെച്ചിട്ടാണോ? അതെ, പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. നമ്മുടെ പ്രധാന സാർ എപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ, നമ്മുടെ കമ്പനിയിൽ പ്രോഡക്റ്റ് ഇല്ല, പ്രോജക്റ്റേ ഉള്ളൂ എന്ന്. ഇത് പുതിയ ഡിജിറ്റൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം മാത്രം ഒരു പ്രൊജക്ട് ഇതാക്കും. നമുക്കിപ്പം മൊബൈൽ റീചാർജ് അതുപോലെയുള്ള സംഭവങ്ങളില്ലേ, അതേപോലെ. അല്ലാണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഡിജിറ്റൽ ആയിട്ടുള്ള ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇപ്പം 5 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ 5 ലക്ഷം രൂപയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയ്ക്കുള്ള റീചാർജ് പ്രോഡക്റ്റ് എടുത്ത് തരും. അതെന്താ സംഭവം? എന്തോന്നാണ് 5 ലക്ഷം രൂപ പറയുമ്പോ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണ്ടേ നമുക്ക്? അതാ പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊഡക്റ്റ് എന്തായിട്ടില്ല, കറക്റ്റ് ആയിട്ട് കമ്പനി ഡിസൈഡ് ചെയ്തിട്ടില്ല. ഈ സിറ്റുവേഷനിൽ വന്ന സമയത്ത് ഓഫർ അനൗൺസ് ചെയ്തു. ആ ഓഫറിനുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം ആ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിസ്പ്ലേ കൂളിംഗ് വരുന്നില്ല. 100 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് റോയൽറ്റി മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഒരാളോട് പറയുമ്പോ കൂളിംഗ് ഇല്ല, കൂളിംഗ് അല്ല, അവർക്ക് ബൈനറി ഓൾറെഡി ഉണ്ട്. ആയിരുന്നു ഇപ്പൊ 5 ലക്ഷത്തിന്റെ 50 ID ആണ് അടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബൈനറി പെയർ മാച്ചിങ് കിട്ടും. മറ്റേ 4 ഇട്ട 1 ലക്ഷം എന്നുള്ളത് കിട്ടും. പെയർ മാച്ചിങ് കിട്ടും അവർക്ക്. പെയർ മാച്ചിങ് റെഫറൽ ഇല്ല. അതേപോലെ തന്നെ അവർക്ക് റോയാലിറ്റി ഉണ്ടാവും. ഡയറക്റ്റ് റെഫറൽ ചെയ്യുന്നവർക്ക്. അതേപോലെ തന്നെ ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ 10 പേരെ കൊണ്ട് 5 ലക്ഷത്തിന്റെ ചെയ്യിപ്പിച്ചു എന്ന് വെച്ചോ. 5 ലക്ഷത്തിന്റെ 10 ലക്ഷത്തിന്റെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 100 ക്ലബ് റോയാലിറ്റിയിൽ കിട്ടും. 100 ക്ലബ് റോയാലിറ്റിയിൽ 1 ടൈം നിങ്ങൾക്ക് കിട്ടും. അത് 10 വർഷത്തേക്ക് ആ ലീഡർക്ക്, അത് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടും. അതല്ല, നിങ്ങൾ 20 ലാഖിന്റെ ആണ് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത്, 400 ക്ലബിൻ്റെതും നിങ്ങൾക്ക് കിട്ടും. എടുക്കുന്നവർക്ക് എന്താ ഇൻകം കിട്ടുന്നത്? 10,000 പക്ക നെറ്റ്വർക്ക് ബിസിനസ്. ഇവിടെ ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ബിസിനസ് ആണ്. നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻകം വരും. അതില് ഇപ്പോ 10,000 റുപ്പീസ് മുടക്കുന്ന ഒരു വ്യക്തി നമ്മള് ബൈനറി ഉണ്ടല്ലോ, ബൈനറി, അതേപോലെ തന്നെ അതില് റാങ്ക് ഇൻകം, അതേപോലെ തന്നെ ഇത്ര പെയർ മാച്ച് ആവുമ്പോ കമ്പനി റിവാർഡ്സ് ആൻഡ് അവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതൊരു ബിഗിനിങ് സ്റ്റേജിൽ കമ്പനി കൊടുത്തൊരു ഓഫറാണ്. ആർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ നിരുത്സാഹിപ്പിക്കാം. അത് പറയണ്ട. ഇത് ഉത്തരവാദിത്തം എനിക്കുള്ളത്, പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം അവർ പറയുമ്പം അവരോട് ചോദിക്കുന്നത് എന്തോ ഇൻകം കിട്ടുമെന്ന് ചോദിക്കുമല്ലോ. അത് മനസ്സിലായി. 10 രൂപ നമുക്ക് കൂളിംഗും കിട്ടുമല്ലോ. ഡയറക്റ്റ് റെഫറലിന് മാത്രല്ലേ ഇൻകം ഉള്ളൂ? ഡയറക്റ്റ് റെഫറലിന് ഇൻകം ഇല്ല. ഡയറക്റ്റ് 10 ചെയ്യുകയാണെങ്കിൽ ഡബിൾ റോയാലിറ്റി ഉണ്ടാവും, സിംഗിൾ റോയാലിറ്റി ഉണ്ടാവും. ആ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇവിടെ ബെനിഫിറ്റ്. ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് ബൈനറി മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ബൈനറി പെയർ മാച്ചിങ് ഇത് ചെയ്യുമ്പോ ബൈനറി ആയിട്ടാണല്ലോ ചെയ്യുക. ലെഫ്റ്റും റൈറ്റും അവരുടെ ഐഡിയും ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോ നമ്മള് ആദ്യമേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? 10,000 ഇട്ട് പുതിയ ഒരു ഐഡി സ്റ്റാർട്ട് ചെയ്യണ്ട? അത് ചെയ്യണം. നിങ്ങളിപ്പോ റെഫറൽ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ അത് സ്ട്രക്ചർ അടിക്കുന്ന സമയത്ത് ചെയ്താൽ മതി. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ കമ്പനിയുടെ തീരുന്നില്ലല്ലോ. അപ്പൊ 25-ാം തീയതി പറയുമ്പം അടുത്ത ഡേറ്റ് നമ്മൾ അടുത്ത വാദങ്ങളൊക്കെ കിടക്കുന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ വാദം ഇല്ല. വാദങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. ബഡ്ജാക്ടിന്റെ വാദമൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. ഇനി നമുക്ക് അവിടെ നിന്ന് ജഡ്ജ്മെന്റ് മാത്രമേ ബാക്കിയുള്ളൂ. വാദം ഓൾറെഡി കഴിഞ്ഞത്.
അതന്നെ മനോഹർ സാറേ, ഈ ജഡ്ജ്മെന്റ് കഴിഞ്ഞാല് നമ്മുടെ ഫ്രീസിംഗ് എല്ലാം ഉടനെ റെഡി ആവുമോ? അതിനും വേണ്ടിട്ട് അവര് ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാല് എങ്ങനെ പോയി കഴിഞ്ഞാല് 10-15 ദിവസം പിടിക്കും എന്നുള്ളതാണ്. എന്നാലും അടുത്ത മാസം 15-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി എങ്കിലും നമുക്കുള്ളത് കിട്ടാൻ ചാൻസ് ഉണ്ടോ സാറേ? ഇനി തല പുറത്ത് കാണിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ആമത്തോടിനുള്ളിലാണ് ഇരിക്കുന്നത്, ആമത്തോടിനകത്തിരിക്കും പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത്, തല പുറത്ത് കാണിക്കാൻ. അന്ന് വിഡ്രോ ചെയ്തത് നമുക്ക് വരുമോ? അത് തിരിച്ചു കയറുമായിരിക്കും, എല്ലാരും തിരിച്ച് അവരുടെ തന്നെ വാലറ്റിലേക്ക് കയറുമായിരിക്കും. അതിനുശേഷം കമ്പനി കുറച്ച് കാര്യങ്ങൾ പറയും. മെയിനായിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സിന് നിങ്ങൾക്കൊന്നും കുഴപ്പമില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടോ? അല്ല, നിവൃത്തിയില്ല, സത്യം അള്ളാഹുവിനാണ് നിവൃത്തിയില്ല. ആ ചെലവുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ മുന്നോട്ട് സാറിന്റെ വീട്ടിൽ വന്നിരിക്കും, സത്യം. ഞാനവിടെ കാസർഗോഡല്ലേ, കാസർഗോഡ് ഇപ്പൊ ഇവിടെ കമ്പനി നമ്മളെ വക്കീലിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് വില്ലയില് നിൽക്കുന്നു. അത് കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട്. അപ്പൊ ഇതാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റാൻ ചോദിച്ചത്. കാരണം ഇത് ഒന്നൊന്നര ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ ഒരു ഒറ്റ കാര്യം വേറെ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം, കമ്പനി ഇതുവരെ എന്തൊക്കെ പ്രൊജക്ട് കൊണ്ടുവന്നിട്ടുണ്ടോ ആ പ്രൊജക്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്, ഒന്നും ചെയ്യാതെ ഇല്ല. ഈവൻ ഡിസംബർ 7-ാം തീയതി വരെ നമുക്ക് എമൗണ്ട് കിട്ടിക്കൊണ്ടായിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും കമ്പനിയുടെ മാനേജ്മെന്റ് ആയിക്കോട്ടെ എല്ലാരും നമ്മളെ കൂടെ തന്നെയുള്ള ആ കൂടെ നിന്നുകൊണ്ടാണ് പറയുന്നത്. നേരത്തെ ഒരു പേപ്പർ കാണിച്ചല്ലോ, അതെന്തോ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡീഫ്രീസിങ്ങിന് വേണ്ടിയുള്ള പേപ്പറാണ്. ആ കമ്പനിയുടെ അക്കൗണ്ടിന്റെ ഡീഫ്രീസിങ്ങിന്റെ പേപ്പർ കോർട്ട് ഓർഡർ വന്നായിരുന്നല്ലോ, ഇഡിയുടെ. ആരുടെ എന്നുള്ളത് ഞാൻ ആ ഒരു പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ ഒരു പേര് പറയാം പേഴ്സണലി. ഇപ്പൊ വാട്സപ്പ് കോൾ ആണെങ്കിൽ ഓക്കെ, അല്ലാത്ത സമയത്ത് ഈ ഒരു മീറ്റിംഗ് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് അഥവാ ഇനി റെക്കോർഡ് ആയി കഴിഞ്ഞാലും അതും പേഴ്സണലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറി ഇറങ്ങിയത് കൊണ്ട് എനിക്ക് അതിനുള്ള ഭയമുണ്ട്, നല്ല രീതിയിലുള്ള ഭയമുണ്ട്. വേറെ ഈ കാര്യമല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു 8 മിനിറ്റ് സമയം. പ്രോജക്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെയൊക്കെ പൈസ അത് ബ്ലോക്ക് അല്ലേ, നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ കേട്ടപ്പോ നല്ല കാര്യമൊക്കെയാണ്, റോയൽറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പൈസയുടെ ബ്ലോക്ക് ആയി കിടക്കുമ്പോ അത് ഇങ്ങോട്ട് കിട്ടിയാൽ ഇത് ഓക്കെ എന്നുള്ള രീതിയിലാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതെ. ഞാൻ അതല്ല ഇപ്പൊ ഞാൻ പറയാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ മുനവർ സാർ പറഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല എന്ന് പറയുന്നത്. ഇപ്പൊ 5 ലക്ഷത്തിന്റെ ഉണ്ട്, 20 ലക്ഷത്തിന്റെ ഉണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. റോയൽറ്റി എത്ര വരും ഏകദേശം എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഞാനൊരു കാര്യം പെട്ടെ, ഞാന് ബില്യൺ പ്രൊമോട്ടർ ആയിരുന്ന സമയത്ത് എനിക്ക് മന്ത്ലി റോയൽറ്റി കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും കിട്ടിയായിരുന്നു മാസം. മാക്സിമം 2 ലക്ഷം രൂപയുടെ മേലെ റോയൽറ്റി കിട്ടിയായിരുന്നു. ചിന്തിക്കുക എന്താന്നുള്ളത്. റോയൽറ്റി ഇത് ക്ലബ് റോയൽറ്റി ആണ് കൊടുക്കുന്നുള്ളത്. അപ്പോ ചിന്തിച്ച് നിങ്ങൾ ഇതാക്കുക. റോയൽറ്റി ഒരിക്കലും കമ്പനി ആ ഒരു പ്രൊജക്റ്റ് ഇപ്പൊ ഒരു 10,000 രൂപയുടെ ഞാൻ എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുള്ളതും കൂടി പറയും. 10,000 രൂപയുടെ കമ്പനി 10,000 രൂപയുടെ എൻട്രിയിൽ നിന്നും കമ്പനി 400 രൂപ മാറ്റി വെക്കും. ഈ 400 രൂപ മാറ്റി വെച്ചിട്ട് എത്ര ആ ക്ലബിൽ ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ ആ 100 പേർക്ക് എന്ത് ചെയ്യും, മാറ്റി വെക്കും. ഇങ്ങനെ എത്ര എൻട്രീസ് ആണോ വരുന്നത് അതൊന്ന് ഈ 100 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് ചെയ്തുകൊണ്ടായിരുന്നത്. നമുക്ക് ഡിജിറ്റലിനായിരുന്നല്ലോ ബില്യണേഴ്സിനൊക്കെ റോയൽറ്റി വന്നുകൊണ്ടായിരുന്നത്. എത്രയാണ് ബിസിനസ് നടക്കുന്നത് അതിന്റെ ടോട്ടൽ അത് വീക്കിലി കട്ട് ഓഫ് ആയി. ഇത് മന്ത്ലി ബേസിസ് ആയിട്ട് നമുക്ക് വന്നത്. ഡിജിറ്റലിന്റെ അതും നടക്കുമല്ലോ അല്ലെ? അത് ഓൾറെഡി, കാരണം കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ബിസിനസ് ആണ് ഡിജിറ്റൽ എന്ന് പറയുന്നത്. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യൊന്നുമില്ല.
ഇതിന്റെ ലീഗാലിറ്റി ഒക്കെ പറ്റിയാണെങ്കിൽ വേറെ ടെൻഷനൊന്നും ഇല്ല. എല്ലാം അതെ ലീഗൽ. കാരണം ഒന്നില് നമ്മള് അവിടെ കുടുങ്ങിയതുകൊണ്ട്. കാരണം നമ്മുടെ ലീഗാലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ കളിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോ നല്ലൊരു ലീഗൽ ടീമിനെ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ല ലീഗൽ ടീമെന്ന് വെച്ചാൽ നല്ല ലീഗൽ ടീം. അവരെ നമുക്ക് ഇപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ കമ്പനി ഒഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റും. ആ ഒരു സമയത്ത് വന്ന് കാണാനും പറ്റുന്ന ആ രീതിയിലായിരിക്കും. കാരണം ബാക്ക് എൻഡിൽ നിന്ന് നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുണ്ട്. അതിനെ കൊണ്ടാ പറയുന്നത്. നമുക്ക് അതിന്റെ ബൈനറി 200 ഐഡിയുടെ പെയർ മാച്ചിങ് കിട്ടും സാറിന്. 200 അല്ല, 100 ഐഡിന്റെ പെയർ മാച്ചിങ്. 100 ഇൻറ്റു മെയിൻ ഐഡിയിൽ വരുന്ന കാര്യം മാത്രമേ വരുന്നു. അതിൽ തന്നെ 1.5 ലക്ഷം ഏകദേശം 5 ലക്ഷം രൂപയോളം അതിൽ തിരിച്ചു വരും. അല്ല പിന്നെ ബാക്കി മറ്റുള്ള എന്താ കിട്ടുക? മറ്റേ റോയാലിറ്റി, അത് റോയാലിറ്റിയും കിട്ടും. പിന്നെ നമുക്ക് ഈ റിട്ടേൺ കിട്ടുന്നതിന്റെ എത്ര കിട്ടും? റിട്ടേൺസ് ഇല്ലല്ലോ. റിട്ടേൺസ് ഇരട്ടി ഇതൊന്നുമില്ല. നമ്മള് റോയാലിറ്റിയിൽ കയറുന്നേ ഉള്ളൂ. അല്ലാതെ റിട്ടേന്റെ ഇപ്പൊ 20 ലക്ഷം ഇടുകയാണെങ്കിൽ 60 ലക്ഷം 80 ലക്ഷം ആയല്ല, അങ്ങനെയല്ല. പകരമായിട്ട് കമ്പനി റോയാലിറ്റി 10 വർഷത്തേക്ക് അവർക്ക് തരും, മന്ത്ലി ബേസിസ്. ഇട്ട പൈസ ഒന്നും കിട്ടുന്നില്ല. ഇട്ട പൈസ കിട്ടുന്നില്ല. ഇട്ടതാ ഓൺ ടൈം. ആ ക്യാപിറ്റൽ ഒന്നും തിരിച്ചു കിട്ടുന്നില്ല. ശരി. ശരിക്കാം. നമസ്കാരം സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ പറഞ്ഞോ സാറേ. സാറേ, ഈ 25-ാം തീയതി നമ്മളെ കേസ് വാദമില്ല എന്ന് പറയുന്നതും, പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അവർക്ക് കയ്യിൽ തെളിവുണ്ടെന്നല്ലേ സാറ് പറയുന്നേ? അപ്പോൾ നമ്മുടെ വാദം ഓൾറെഡി അതല്ല, അവർക്ക് ഒരു തെളിവുണ്ട് എന്ന് അവര് പറയുകയും തിരിച്ച് ഏതെങ്കിലും ഒരു കള്ള തെളിവ് നമ്മളെ കൊണ്ടുവന്ന് ഒരു തടയിടാനായിട്ട് വരികയും ചെയ്താൽ അത് പിന്നെ ഈ ഡേറ്റ് നീട്ടി കൊടുക്കലേ സാറേ ഉള്ളൂ, അത് തെളിയിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ തീരെ നമ്മളെ കേസ് ഇപ്പൊ നടക്കുന്നത് ബെഡ്സ് ആക്ടും പ്രകാരമുള്ള മജിസ്ട്രേറ്റ് കോടതിയിലല്ലേ? അപ്പൊ അത് നേരത്തെ നമ്മളേലുള്ള തെളിവുകൾ ഹാജരാക്കണ്ടായിരുന്ന. ഇതിങ്ങനെ ഡേറ്റ് മാറ്റുന്നോറും ഓരോ ദിവസവും 2 ദിവസം പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞാല് വീണ്ടും ഡേറ്റ് അവര് മാറ്റൂല്ലേ സാറേ തെളിവിന് വേണ്ടി? ഇത് അവർക്ക് തെളിവെടുക്കാൻ വേണ്ടിയല്ലേ അവരിങ്ങനെ ഡേറ്റുകൾ മാറ്റി വെക്കുന്നത്? അവർക്ക് പബ്ലിക് ഇതിപ്പോ പരാതി കിട്ടാനോ ഇനിയിപ്പോ അതിനുശേഷം ഉള്ളതൊന്നും നോക്കൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പരാതി ഓൾറെഡി അവരെന്ത് ചെയ്തു, ആ പരാതി മേലാണ് അവർ കേസ് എടുത്തിട്ടുള്ളത്. എന്താ അവരെ തെളിയിക്കാന്നുള്ളത് അത് നോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് കാര്യങ്ങളൊന്ന് ശരിക്കും എന്റെ അറിവ് പരാതി ശരിയാണോ തെറ്റാണോ തെളിയിക്കാൻ വേണ്ടി വീണ്ടും അവര് വാദത്തിന് വെക്കുകയും വീണ്ടും ആ പരാതിയുടെ അത് തീരുമാനിക്കേണ്ട ജഡ്ജാണ്, നമ്മളോട്ടറി അല്ല. നമ്മളെന്ന് പറഞ്ഞ നമ്മുടെ വാദം കഴിഞ്ഞു. നമ്മുടെ വാദം ഓൾറെഡി കഴിഞ്ഞു. ഇനി തീരുമാനിക്കുന്ന കോടതിയാണ്. ആ കോടതി ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുള്ളത്. ജഡ്ജ് സ്ഥലം മാറുന്നു എന്നുള്ള ഒരു കിട്ടിയായിരുന്നു. ജഡ്ജിമെന്റ് തെളിവുണ്ടെന്ന് പറയുന്നത് എന്തിനാണ് സാറേ? തെളിയിക്കാൻ അത് പ്രോസിക്യൂട്ടർ തെളിവുണ്ട് എന്ന് പറഞ്ഞു അത് ചെക്ക് ചെയ്യാന്നുള്ളത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതല്ലേ. കോടതിയുടെ ഇത് റൂൾസ് പ്രകാരം കോടതി അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ അത് തെളിയിക്കാൻ ഞാനൊരു കാര്യം വേണ്ടേ സാറ്, നമ്മള് കോടതിയും കേസും അറിയാൻ പറ്റുന്നതാണ് സാറേ. നിങ്ങള് കൊറേ കേസും കേട്ടോ അത് ഇതെന്നൊക്കെ പറഞ്ഞു. ഈ കേസും നമ്മളെ നാട്ടിൽ നടക്കുന്ന കേസും വളരെ വ്യത്യാസമുണ്ട്. ആ കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പൊ അതല്ലാതെ ഇതിപ്പോ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ജഡ്ജ്മെന്റിന് മാത്രമാണ്. നമ്മൾ ഓൾറെഡി വാദം കഴിഞ്ഞ 1-ാം തീയതി കഴിഞ്ഞതാണ്. നമ്മുടെ വാദം ഓൾറെഡി 1-ാം തീയതി കഴിഞ്ഞതാണ്. പിന്നെ ഒരു പക്ഷത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി നമ്മള് ഓൾറെഡി നമ്മളെ കഴിഞ്ഞ